എല്ലാവർക്കും വീണ്ടും വന്ദനം. നമുക്ക് ഒരുമിച്ച് ഈ നല്ല ദിവസം ഒരുമിച്ച് കാണാൻ കർത്താവ് കൃപ തന്നല്ലോ. അപ്പോസ്തല പ്രവൃത്തിയാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലെ 7-ാം അധ്യായം സ്തേഫാനോസ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവപുരുഷൻ്റെ ഒരു പ്രസംഗമാണ് ഈ അധ്യായം മുഴുവനും. സ്തേഫാനോസ് വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്നു. ആരും ചെയ്യാത്ത വീര്യപ്രവൃത്തികൾ, വലിയ വീര്യപ്രവൃത്തികൾ ജനങ്ങളുടെ നടുവിൽ അടയാളങ്ങൾ ചെയ്തവനാണ്. അവനെ എതിർക്കാൻ കുറച്ചു പേര് വന്നപ്പോൾ, അവനെ വിസ്തരിക്കാൻ ജനസമൂഹം നേതാക്കന്മാരുടെ മധ്യേ നിർത്തിയപ്പോൾ, അവൻ വാ തുറന്ന് സംസാരിച്ചത് അബ്രഹാം മുതലുള്ള ദൈവത്തിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പായ ജനങ്ങളെക്കുറിച്ച് വിവരിച്ച് യേശു ക്രിസ്തുവിലേക്ക് താൻ വരുന്ന ഒരു ചരിത്രമാണ്. അതിൽ മോശ വരെയുള്ള ചരിത്രം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും ചില ചരിത്രങ്ങൾ കൂടി പറഞ്ഞ് കർത്താവിലോട്ട് സ്തേഫാനോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തേഫാനോസിൻ്റെ ലക്ഷ്യം യേശു ക്രിസ്തുവിനെ ഈ ജനത്തിൻ്റെ ഇടയിൽ പ്രസൻറ്റ് ചെയ്യുക. നേരിട്ട് യേശുവിനെ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകില്ല. എന്നാൽ അബ്രഹാം മുതൽ പറയണം, എന്നാൽ യേശുവിനെ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യ സുവിശേഷം അദ്ദേഹം വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനു മുന്നമേ ചില കാര്യങ്ങൾ പറഞ്ഞേ മതിയാകും. യഹൂദനെ വിശ്വാസത്തിലേക്ക് നയിക്കണമെങ്കിൽ യഹൂദൻ്റെ അബ്രഹാം എന്ന വിശ്വാസ പിതാവായ ഈ ദൈവപുരുഷൻ്റെ ചരിത്രം മുതൽ ആരംഭിച്ചാലേ യഹൂദനെ ചലിപ്പിക്കാൻ കഴിയും, യഹൂദനെ ശ്രദ്ധിപ്പിക്കാൻ കഴിയും. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ് ഇങ്ങനെയുള്ളവരുടെ ചരിത്രങ്ങൾ വിവരിച്ച് ജോസഫ് എന്ന വ്യക്തിക്ക് ശേഷം മോശ എന്ന ദൈവപുരുഷനെ കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ സമയത്ത് 39-ാമത്തെ വാക്യം, നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു. മോശ സ്വന്തത്തിലേക്ക് ചെന്നു, സ്വന്തമായവർ അവനെ വേണ്ട രീതിയിൽ കൈക്കൊണ്ടില്ല. അവനെ തള്ളിക്കളഞ്ഞിട്ട് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് തിരിഞ്ഞു വന്നു. 40-ാം വാക്യത്തിൽ അവർ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി തരാൻ അഹരോനോട് പറഞ്ഞു. അങ്ങനെ മിസ്രൈമിൽ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അവർ ആരാധിച്ചു. 42 ദൈവവും പിന്തിരിഞ്ഞു, ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. 43-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മൊലോക്കിൻ്റെയും കൂടാരങ്ങളും രേഫാൻ ദേവന്റെ ക്ഷേത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബേലിനപ്പുറം പ്രവസിപ്പിക്കും എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. നീ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരം ഉണ്ടായിരുന്നു. എന്നിട്ടും ഇവർ ദൈവത്തെ മറന്ന് അവർ തെറ്റായ വഴിയിലേക്ക് പിന്തിരിഞ്ഞു. ആ ഒരു കാരണം കൊണ്ട് ദൈവം ഇവരെയും തള്ളിക്കളഞ്ഞു. കർത്താവിൻ്റെ വചനം പറയുന്നു, എന്നോട് അടുത്തു വരുവിൻ, ഞാൻ നിങ്ങളോടും അടുത്തു വരും. ഹൃദയപൂർവം അടുത്തു വന്നാൽ ദൈവം നമ്മളോട് ഹൃദയപൂർവം അടുത്തു വരും. ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്, ഞാൻ എപ്പോഴും ആരാധിക്കാൻ പോകും, അത് ശരീരം കൊണ്ടുള്ള ഒരു സമീപനമായിരിക്കാം. എന്നാൽ ഹൃദയം കൊണ്ട് നമ്മളൊരു ആരാധനയ്ക്ക് പോകുമ്പോൾ, ഹൃദയപൂർവം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവവും നമ്മെ ഹൃദയപൂർവം കൈക്കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയും. അതിൻ്റെയൊക്കെ തെളിവാണ് ഈ അധ്യായത്തിൽ കാണുന്നത്. ഇവരെ ദൈവം കൈവിട്ട് കളഞ്ഞ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ഇത് കാണണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം
1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 എല്ലാം 14, 14, 14 എന്ന് കാണുന്നു. ക്രിസ്തുവിലെത്തിയപ്പോൾ 1-2 14കളെ ക്രോസ് ചെയ്തു. ഒരു 42 തലമുറയിലേക്ക് വരുമ്പോൾ ഇതാ യേശു കർത്താവ് ഈ യഹൂദന്മാരുടെ രക്ഷകനായിട്ട് ആദ്യം വരുന്നു. ഇസ്രായേൽ ഗ്രഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞത് അതുകൊണ്ടാണ്. എന്നാൽ മോശയെ തള്ളിയതുപോലെ തന്നെ അവർ യേശു കർത്താവിനെയും തള്ളി. എന്നാൽ അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിച്ചവരെല്ലാം ദൈവമക്കളായി തീർന്നു. മോശയെ മാത്രമല്ല തള്ളിയത്, പ്രവാചകന്മാരെ എല്ലാം കല്ലെറിഞ്ഞു എന്നാണ് വായിക്കുന്നത്. ദൈവം അയച്ച പ്രവാചകന്മാരെ കല്ലെറിഞ്ഞെന്ന് അതിനകത്ത് എടുത്തു പറയുന്നു. ആരെ നിങ്ങൾ കല്ലെറിയാതിരുന്നിട്ടുണ്ടെന്ന് യേശു അവരോട് ചോദിക്കുക. സ്തെഫാനോസിന് ചോദിക്കാനുള്ളത് അതാണ്. നിങ്ങളുടെ അടുക്കലേക്ക് വന്ന ഓരോ ദൈവപുരുഷന്മാരെ നിങ്ങൾ കല്ലെറിഞ്ഞില്ലേ? ദൈവം അയച്ചിട്ട് വരുന്നവരെ കല്ലെറിയുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ആപത്ത്, വിപത്ത് വളരെ വലുതാണ്. ഈ രാജ്യത്താണെങ്കിലും ഇന്ത്യ എന്ന രാജ്യത്ത് പോലും ദൈവം അയക്കുന്നവരെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അയ്യോ നിങ്ങൾക്ക് കഷ്ടം. ദൈവം അയക്കാത്തവരാണെങ്കിൽ സ്വീകരിക്കേണ്ട. ദൈവം അയച്ചവരെ കല്ലെറിഞ്ഞാൽ, ദൈവം അയച്ചവരെ തള്ളിക്കളഞ്ഞാൽ രണ്ടാമതൊരു ചാൻസ് ഒരു രാജ്യത്തിന് ഉണ്ടാകണമെന്നില്ല. യോന പ്രവാചകനെ ദൈവം അയച്ചതാണ് നിനവയ്ക്ക് വേണ്ടി. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട രാജാവ് ഉൾപ്പെടെ സകല മൃഗങ്ങൾ ഇരട്ടിലും ചാരത്തിൽ ചാക്ക് എടുത്തുകൊണ്ടിരുന്നു. അവർ ഉപവസിച്ചു. 3 ദിവസം ദൈവസന്നിധിയിലിരുന്നു. ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥങ്ങളെ മാറ്റിക്കളഞ്ഞു. 40 ദിവസത്തിനുള്ളിൽ നിനവെ പട്ടണം നിർമൂലമാകുമെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. അവർക്ക് ആർക്കും ഒരു കേടുണ്ടായില്ല. കാരണം അവരെടുത്ത തീരുമാനം, അവർ ദൈവത്തെ അംഗീകരിച്ചു. ദൈവസൽ വീണു, പാപങ്ങളെ ഏറ്റുപറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ന്യായവിധിയെ മാറ്റിക്കളയാൻ കഴിയുമെന്ന് ബൈബിളിലെ ചരിത്രങ്ങൾ കാണിക്കുന്നു. ഒരു രാജ്യം മുഴുവനും ആ രാജ്യത്ത് വരാനിരുന്ന വലിയ, സോദോമിലും ഗൊമേറയിലും തീ വീണതുപോലെ വരാനിരുന്ന വലിയ തീയെ അവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സമർപ്പണം, മടങ്ങിവരവ്, പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ, ഇതേതു മനുഷ്യനെയും മാറ്റിക്കളയും. ഇതാ അബ്രഹാം മുതൽ ദാവീദ് വരെ 14. അതൊരു കയറ്റമാണ്, കയറി വരികയാണ്. അബ്രഹാമിൽ നിന്ന് ദാവീദിലെത്തിയപ്പോൾ ഒരു രാജ കുടുംബം എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് ദാവീദിനോട് പറയണം, നിന്റെ കുടുംബത്തിൽ രാജാക്കന്മാരില്ലാതെ പോകില്ല. എന്നാൽ പിന്നെ വായിക്കുന്നു, ദാവീദ് മുതൽ അടുത്ത 14 ഇവർ ബാബേൽ പ്രവാസത്തിലാണെന്ന്. അവർ താഴോട്ട് പോയി, ഏറ്റവും തറയായിപ്പോയി. രാജകുടുംബത്തിൽ ഒന്നുമില്ലാതെ വിശ്വാസത്താൽ അവർ രാജപദവി വരെ എത്തി. അടുത്തത്, രാജപദവിയിൽ നിന്ന് ഇവർ ബാബേലിലേക്ക് ബന്ധിക്കപ്പെട്ട അടിമകളായി അവിടുത്തെ തൂപ്പുകാരും ഖനിത്തൊഴിലാളികളും അടിമകളുമായി അവർ ജീവിച്ചു. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ അവിടെ നിന്ന്, ആ ബാബേൽ പ്രവാസത്തിൽ നിന്ന് വീണ്ടും അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ്. അവർ ക്രിസ്തുവിനോളം 14ാമത്തെ തലമുറ വന്നപ്പോൾ ബാബേൽ പ്രവാസത്തിൽ നിന്ന് അടുത്ത 14ാമത്തെ തലമുറയിൽ രാജാതി രാജാവ് അവരുടെ അടുക്കലേക്ക് വരികയാണ്. ദാവീദിനേക്കാൾ വലിയവൻ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. അപ്പൊ ദാവീദിന്റെയും കർത്താവായവൻ, രാജാക്കന്മാരുടെ രാജാവായവൻ,
മശിക ആ വീട്ടിൽ വന്ന് പാർത്തു യഹൂദന്മാരുടെ. അങ്ങനെ എഫേസ്യ ലേഖനം 2:6 പറയുന്നു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയത്. ഏറ്റവും ഉയരങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോയി. യഹൂദന്മാർ, യേശുവിൽ വിശ്വസിച്ച പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്, ബർത്തിലോമായി എന്ന് വേണ്ട ഇവരെല്ലാവരും ഉയരങ്ങളിലേക്ക് അവർ കയറി. ഏത് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് കയറി അവർക്ക് ദാനങ്ങളെ കൊടുക്കുവാൻ കഴിയുന്നവൻ, മതിയായവൻ അവരുടെ കുടുംബത്തിലേക്ക് വന്നു. ഈ ചരിത്രമാണ് സ്തെഫാനോസ് പറയുന്നത്. അബ്രഹാം മുതൽ യേശു ക്രിസ്തു വരെയുള്ള ചരിത്രമാണ് സ്തെഫാനോസിന് പ്രസംഗിക്കാനുള്ളത്. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു നിർത്താൻ കഴിയില്ല. ഇസ്ഹാക്ക്, യാക്കോബിനെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. മോശയെക്കുറിച്ചോ ജോസഫിനെ കുറിച്ചോ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. നേരെ കടന്നു പോകുന്നത് യേശു ക്രിസ്തുവിലാണ്. അതായത് എത്ര താഴോട്ട് പോയാലും, എത്ര അധപ്പതിച്ചാലും, എത്ര തകർന്നു പോയാലും ക്രിസ്തുവേശുവിലൂടെ ഒരു അത്ഭുത ഭാവി ഉണ്ട് എന്ന് അവിടെ തെളിയിക്കുകയാണ്. യേശു ക്രിസ്തുവിലൂടെയാണ് വിടുതലുകൾ എന്ന് അവിടെ തെളിയിക്കുകയാണ്. യേശുവിലൂടെ അല്ലാത്ത ഒരു വിടുതലും വിടുതലല്ല. യേശുവിലൂടെ അല്ലാത്ത ഒരു ഉയർച്ചയും ഉയർച്ചയല്ല. യേശുവിനെ കൂടാത്ത സമ്പത്ത് സമ്പത്തല്ല, അല്ലെങ്കിൽ അത് ഉപകരിക്കില്ല. യേശുവിനെ കൂടാതെ നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു കോടീശ്വരനാണോ, നിങ്ങൾക്ക് ആ പണം പ്രയോജനപ്പെടില്ല. യേശു ക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾ ആരോഗ്യമുള്ള വ്യക്തിയാണോ, നിങ്ങൾക്ക് വലിയ ജയങ്ങൾ കാണാൻ കഴിയില്ല. യേശുവിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയില്ല. ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ആകാമെങ്കിലും അതിനൊന്നും ആയുസ്സില്ല. നമുക്കറിയാം, എത്രയോ മഹാന്മാർ മറിഞ്ഞു വീണ മണ്ണാണ് ഈ മണ്ണ്. ഒരു മഹാനെയും സ്ഥിരമായി മഹാനായി നിർത്താൻ അനുവദിക്കാത്ത ഒരു ശാപം നിറഞ്ഞ ശാപഗ്രസ്തമായ ഭൂമിയിൽ യേശു ക്രിസ്തുവിൻ്റെ കൃപയില്ലാതെ ഒരു ജയകരമായ ജീവിതം നയിക്കാൻ കഴിയില്ലെന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം ഏറ്റവും തകർന്ന ഒരവസ്ഥയാണ് 14. ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം അവിടെ പറയുന്നത് ക്രിസ്തു വരെയെന്നല്ല, അവിടെ പറയുന്നത് ക്രിസ്തുവിനോളം. ബാബേൽ പ്രവാസത്തിൽ നിന്ന് അവരെ കൊണ്ടുവന്നത് ക്രിസ്തുവിനോളമാണ്. ക്രിസ്തു എത്രത്തോളമാണോ അത്രത്തോളം, അത്രേ ഉയർച്ചയിലേക്ക് നമ്മെ കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു, അത്രയും പുരോഗതിയിലേക്ക്. അപ്പൊ നീ ഏത് ബന്ധനത്തിൽ കിടന്നാലും, ഏത് പ്രവാസത്തിൽ കിടന്നാലും, ഏത് അഭയാർത്ഥിയായി കിടന്നാലും, ഏത് കടക്കണിയിൽ കിടന്നാലും, ഏത് മാരകരോഗത്തിൽ കിടന്നാലും, ICUയിലാണോ, വെന്റിലേറ്ററിലാണോ, ജയിലിലാണോ, തീഹാർ ജയിലിലാണോ, കണ്ണൂർ സെൻട്രൽ ജയിലിലാണോ, നീ എവിടെ കിടന്നാലും നിന്നെ അവിടെ നിന്നെല്ലാം വിടുവിക്കാൻ മതിയായ കർത്താവ്. അവൻ നിന്നെ ഉയർത്തിയാൽ ക്രിസ്തുവിനോളം. യേശുവേ, എൻ്റെ ഉള്ളിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്ക് തരുന്നു. എനിക്ക് സ്വയമായി ഉയരാൻ കഴിയില്ല, എനിക്ക് സ്വയമായി വളരാൻ കഴിയില്ല, എനിക്ക് സ്വയമായി അഭിവൃദ്ധിപ്പെടാൻ കഴിയില്ല എന്ന് ആര് പറയുമോ, ആ വ്യക്തിയെ സഹായിക്കുവാൻ നിങ്ങളുടെ അടുക്കലേക്ക്, അങ്ങനെയുള്ളവരുടെ അടുക്കലേക്ക് വരുന്നവനെ നാം കർത്താവ് എന്ന് വിളിക്കുന്നു. അതായത് നമുക്ക് കഴിയാത്ത കാര്യം കർത്താവ് കൈകാര്യം ചെയ്യും, കർത്തൃത്വം നടത്തും, ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യും. സാമ്പത്തിക വിഷയമാണോ, ശാരീരിക വിഷയമാണോ, വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞതാണോ, കുടുംബക്കാർ തള്ളിക്കളഞ്ഞതാണോ, ആർക്കും വിടുവിക്കാൻ കഴിയാത്തതാണോ, സമയം കഴിഞ്ഞെന്ന് പറയുന്നതാണോ, പ്രായം കഴിഞ്ഞെന്ന് പറയുന്നതാണോ, എന്തിനേയും കർത്താവ് കൈകാര്യം ചെയ്യും. നിന്റെ ബാബേൽ പ്രവാസത്തിൽ നിന്ന് നിന്നെ ക്രിസ്തുവിനോളം
കൊണ്ടുവരാൻ കഴിയുന്ന ശക്തി. ഇതാണ് സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നത്. സ്തെഫാനോസിന് പറയാനുള്ളത്, നിനക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയും, നീ ക്രിസ്തുവിലേക്ക് വരണം. അങ്ങനെ ഈ പ്രസംഗം എവിടെ എത്തിയെന്നറിയാമോ? അവിടെ നിന്ന് ദാവീദിൻ്റെ അടുക്കലെത്തി. നീ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണമെന്ന് പറഞ്ഞ മോശയോടൊരു സമാഗമന കൂടാരം പണിയാനായിട്ട് ദൈവം പറഞ്ഞു. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ സാക്ഷി കൂടാരം അവർക്കുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവുമായി കൊണ്ടുവന്ന് ദാവീദിൻ്റെ കാലം വരെ അത് വെച്ചിരിക്കുന്നു. ഒരു സാക്ഷ്യ കൂടാരം, പെട്ടകം. അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ കൃപ പ്രാപിച്ച് യാക്കോബിൻ്റെ ദൈവത്തിന് ഒരു വാസസ്ഥലം ഉണ്ടാക്കാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവന് ഒരാലയം പണിതു. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലാതാനും. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? ശലോമോൻ നീണ്ട വർഷങ്ങൾ കൊണ്ട് പണിത, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജോലിക്കാരെ വെച്ച് അന്നത്തെ ഏറ്റവും വലിയ സമ്പത്ത് കൊണ്ട് പണിത ദേവാലയത്തിന് പോലും ദൈവം ഒരു വിലയും കൽപ്പിച്ചില്ല. നിങ്ങൾ എത്ര വില മുടക്കി പണിതാലും, നിങ്ങൾ പണിയുന്ന ആലയവും നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ പരിപാടികളും അതിൽ ഞാൻ വസിക്കണമെന്നില്ല. നിങ്ങളെ ആടുകളേക്കാൾ, കാളകളേക്കാൾ, ആടും കാളകളും എനിക്ക് കാട്ടിലുണ്ട്. നിങ്ങളുടെ യാഗത്തിൽ എനിക്ക് പ്രസാദം വരണമെന്നില്ല. തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയമാണ് ഞാൻ പ്രസാദിക്കുന്നത്. നിങ്ങളെ ആട്ടുകൊറ്റൻ്റെയോ കാളകളുടെയോ മേധസ്സുകളിൽ, അതായത് യാഗത്തിൻ്റെ ആ നെയ്യിങ്ങനെ കത്തി ജ്വലിക്കുമല്ലോ യാഗത്തിൽ, ആ നെയ്യ് കത്തുമ്പോഴുണ്ടാകുന്ന, മേധസ് ദഹിക്കുമ്പോഴുണ്ടാകുന്ന ആ വലിയ ജ്വാലയിലല്ല ഇപ്പോൾ ഞാൻ പ്രസാദിക്കുന്നത്. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ഞാൻ നിരസിക്കില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കലോട്ട് വാ, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസമുണ്ടാകും. എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്, യേശു കർത്താവ് പറഞ്ഞു. നിങ്ങൾ വലിയ കഷ്ടപ്പാടുകളൊന്നും ചെയ്യേണ്ട, യേശുവേന്ന് വിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിലോട്ട് ചെന്നാൽ മതി. ഇതാണ് ദൈവവചനത്തിൻ്റെ കാതലായ സത്യം. സ്തെഫാനോസ് പറയുകയാണ്, എത്ര വലിയ പള്ളിയും ദൈവത്തിന് വിഷയമല്ല, അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലാതാനും. ശലോമോന്റെ വലിയ ദേവാലയമൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം അന്ന് ഈ ദേവാലയം ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നേരെ ചൊവ്വേ ആരാധിച്ചാൽ, ഈ ആലയത്തിൽ തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഞാൻ മറുപടി തരും. എന്നാൽ പ്രതിഷ്ഠയുടെ അന്ന് തന്നെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വഴി വിട്ടു പോയാൽ ഞാൻ ഈ ആലയമൊക്കെ തല്ലിപ്പൊളിച്ച് കളയും. എനിക്ക് ഈ ആലയത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ആലയം പണിത ശലോമോന്റെ ആലയം പോലും ദൈവം വലിയ വില കൽപ്പിച്ചില്ല. ദൈവം കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ പണിത് അതിൽ വസിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതാണ് സുവിശേഷം. തകർന്നു പോയ, നുറുങ്ങിപ്പോയ, ആർക്കും വിടുവിക്കാൻ കഴിയാത്ത വ്യക്തികൾ കർത്താവിലേക്ക് വരുമ്പോൾ ശലോമോന്റെ ദേവാലയത്തെക്കാൾ വലിയൊരു ദേവാലയമായി അതിനെ സ്വീകരിച്ച് അംഗീകരിച്ച് അങ്ങനെയുള്ള വ്യക്തികളിൽ വസിക്കാൻ വരുന്ന ഈ കർത്താവിൻ്റെ ആ താഴ്മയെ, ആ കർത്താവിൻ്റെ മനസ്സലിവിനെ, കർത്താവിൻ്റെ കരുണയെ, സ്നേഹത്തെ അംഗീകരിക്കുന്ന ആരുണ്ട്, അവരിൽ കർത്താവ് വസിക്കും. സ്തെഫാനോസ് കൊണ്ടുവരുന്ന പ്രസംഗത്തിൻ്റെ ഉദ്ദേശം അതാണ്. ഇന്ന് നമ്മൾ കർത്താവിലോട്ട് തിരിഞ്ഞ്, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിലോട്ട് തിരിഞ്ഞ്, കർത്താവെ ഞാൻ നന്ദി പറയുന്നു, എൻ്റെ ജീവിതത്തെ ശലോമോന്റെ ദേവാലയത്തേക്കാൾ വലിയ ഒരാലയമായി അങ്ങ് അംഗീകരിച്ചല്ലോ, നന്ദി എന്ന് പറയുന്നു ആരുണ്ട്? അങ്ങനെയുള്ളവരെ കർത്താവ്, ആ താഴ്മയുള്ളവരെ കർത്താവ്, എളിമയോടെ ദൈവത്തിൽ വീഴുന്നവരെ കർത്താവ്
ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ ദേവാലയങ്ങളാക്കി മാറ്റും. ഇതാണ് ശലോമോന്റെ ദേവാലയത്തെക്കാൾ വലിയവൻ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, അങ്ങയുടെ വലിയ പദ്ധതികളും അങ്ങയുടെ വലിയ പ്ലാനുകളും, തലമുറയായിട്ട് ആരംഭിച്ച പദ്ധതികൾ, ലോകസ്ഥാപനം മുന്നമേ അങ്ങിട്ട പദ്ധതികൾ, അങ്ങയുടെ പദ്ധതികൾ മാറില്ല കർത്താവേ. അങ്ങയുടെ ആലോചനകൾ നിറവേറും. അങ്ങ് ആലോചിച്ചതിനൊന്നും മാറ്റം വരാൻ ഒരിക്കലിടയാകില്ല. ഞങ്ങളതിൽ ആശ്രയിക്കുന്നു, അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുന്നു, അങ്ങയുടെ ശക്തിയിൽ ആശ്രയിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തിൽ ആശ്രയിക്കുന്നു. കേൾക്കുന്നവരെല്ലാം യേശു ക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപയുള്ളവരായി തീരുവാൻ കർത്താവിനോട് അടുക്കട്ടെ. ഇത് കേൾക്കുന്നവരെല്ലാം യേശുവേ എന്ന് വിളിച്ച് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിക്കും. അവർ സൗഖ്യമാകട്ടെ. ഇത് കേൾക്കുന്നവരെല്ലാം വിടുതൽ പ്രാപിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് യേശു കർത്താവിനെ ഹൃദയപൂർവ്വം ആരാധിക്കാം.
ഞാൻ ജീവിക്കും എന്നു. യേശു എന്നു എൻ്റെ ആശ്രയം. ആത്മശക്തിയാ ഞാൻ